invite Mr. Abin Abdul Rahman, our next trainer for Biz Growth 1.0. Thank you very much, team. ഞങ്ങൾക്ക് ഓൾറെഡി സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് ഒന്നും കൂടി ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ബിസിനസ് 365 എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Biz Growth 1.0 was a wonderful session. Thank you so much, Sandhya ma'am, Rakesh and Abin. This was a power-packed session, I should say. All the participants here are moving out of this hall with just one thought in mind, that is to take action. ഞങ്ങൾക്ക് ഓൾറെഡി സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് ഒന്നും Good morning, dear business owners, and welcome to yet another session of Businessman 360 Live Q A, Sunday Live Q A session. Very happy to see you all here. We have our coaches, Coach Rakesh and Abin joining us. And you are having a great time at your business. How are you? Can I see some action in the chat box? Good morning, and how are you? Good morning, Shamla. Good morning. And iPhone users on Zoom, please request you to rename yourselves. നിങ്ങളുടെ പേര് rename ചെയ്തിടുക. ഞങ്ങൾക്ക് വിളിക്കാനും അല്ലെങ്കിലും തിരിച്ചറിയാനും ഏറ്റവും എളുപ്പം പേരിടുമ്പോഴാണ്. Good morning, Niaz Ali. Good morning, Shamla. Good morning, Abdul Majid. iPhone users, please change your name. Good morning, Anas. Okay, good morning, Dr. Sudeep. Span Kondoti, good morning. So very happy to have you here. Kind of live Q&A, and good morning to all our YouTube viewers. Kind of live Q&A, we had lots of questions, correct questions, and ഒരു Biz Growth 1.0 ശേഷവും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ബേസിസിലാണ് ഓരോന്നായിട്ട് നമ്മൾ one by one we are covering each one of us in the live Q&A സെഷനിൽ. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു സെഷൻ അവസാനിക്കുമ്പം ഉണ്ടായിരുന്ന ഒരു മേജർ ചോദ്യമാണ് പ്രൈസിങ്. ഏത് രീതിയിലാണ് പ്രൈസിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രൈസിങ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടോ? പ്രത്യേകിച്ചും കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിയുമ്പം ചിലപ്പോൾ കുറയ്ക്കുകയും കൂട്ടുകയും അങ്ങനെ ഒരു പ്രൈസിന്റെ ടഗ് ഓഫ് വാറിൽ പ്രത്യേകിച്ച് മാർജിൻസ് ഒന്നും ഇല്ലാണ്ട് ആയി പോവാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം എന്തൊക്കെയാണ് പ്രൈസിംഗിന് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ആർ
some of the pricing strategies ഇന്നത്തെ ഒരു ബിസിനസ് ലോകത്തെ relevant ആയിട്ടുള്ള pricing strategies നെ കുറിച്ച് കേൾക്കാം. So today we have our coach Rakesh presenting on pricing strategies. Meanwhile, let me remind you before we hand it over to him, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു വേദിയാണ്. ഞങ്ങളുടെ ലൈവ് Q&A ആദ്യമായിട്ട് ജോയിൻ ചെയ്തതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന യൂട്യൂബ് വ്യൂവേഴ്സിനോട് this is a forum to ask your questions. നമ്മുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു വേദിയാണ്. അത് you can type it on the chat box. കോച്ചസ് അതിന്റെ ഇടയിലുള്ള സമയം തരും, ചോദിക്കും, നല്ലോണം ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. സോ ഓൾ ദ സൂം യൂസേഴ്സ് നമ്മുടെ കോഴ്സിൽ പല കോഴ്സസിലും എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ സൂമിൽ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. യൂട്യൂബിൽ ഞങ്ങളുടെ ഫോളോവേഴ്സ് ആണ്, ദോസ് ഹു ഫോളോ us, those who are a part of our community ആണ് യൂട്യൂബിൽ കാണുന്നത്. സോ പ്ലീസ് ഗോ അഹെഡ്, ടൈപ്പ് യുവർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഓൾ ത്രീ ഓഫ് us are always available for you to answer your queries. So let's get started without any delay. നല്ലൊരു സൺഡേ. സോ തുടക്കം തന്നെ നമ്മൾ പ്രൈസിംഗ് സ്ട്രാറ്റജീസിൽ തുടങ്ങാം. So let's start. Thank you very much. Hope I'm audible. Yes. Thank you, Sandhya. Thank you, Abin. And thank you, my dear Business 360 participants and all our followers on Facebook. അതുപോലെ നമ്മുടെ യൂട്യൂബിൽ ഇപ്പൊ കാണുന്ന എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പ്രൈസിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലാസ്റ്റ് Q&A അവസാനമാവുന്ന സമയത്തേക്ക് പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതായത് എസ്പെഷ്യലി ആ റിസോർട്ട് മേഖലയിൽ വർക്ക് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വരുന്ന ആളുകൾ ചോദിച്ചിരുന്നു വീക്കെൻഡ് പ്രൈസിങ്, അതുപോലെ വീക്ക് ഡേ പ്രൈസിങ്. അതിന്റെ ആൻസേഴ്സ് ഒക്കെ അന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അന്ന് ആ ലൈവ് Q&A കാണാത്ത ആളുകൾ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ എല്ലാ ലൈവ് Q&Aയിലും വരുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ബിസിനസ് ടിപ്സിനെ കുറിച്ചിട്ടുള്ള ഒരു 90 days ചാലഞ്ച് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ എല്ലാ ദിവസവും യു ക്യാൻ സീ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പോസ്റ്റുകൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിപ്സ്. ഈ 3 കോച്ചസും തരുന്ന ടിപ്പുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. സോ ഡോണ്ട് ഹെസിറ്റേറ്റ്, യു ക്യാൻ സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. ഐ റിക്വസ്റ്റ് that you can post the YouTube link also in the chat box. Yes, so that they can പറഞ്ഞ പോലെ പാരലി അവർ ചെയ്യാൻ പറ്റുമല്ലോ. Great. So we are talking about pricing strategy today. ഇന്ന് പ്രൈസിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യേണ്ടത്, ഇത് എപ്പോഴാണ് പ്രോബ്ലം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഇത് ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണ്. ഒന്നാമത് പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, ഒരു സർവീസ് ആവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ, നിങ്ങൾ പുതിയതായിട്ടൊരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ നിങ്ങളുടെ പുതിയൊരു ബ്രാൻഡായിട്ട് നമ്മൾ റിലീസ് ചെയ്യണം. അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് പ്രൈസ് ചെയ്താൽ കസ്റ്റമേഴ്സ് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങും എന്നാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുക. അതായത് മാർക്കറ്റിൽ എന്ത് വിലയ്ക്ക് വിറ്റാൽ എൻ്റെ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന രീതി. പക്ഷേ അങ്ങനെ മാത്രമല്ല, വേറെ പല ഫാക്ടേഴ്സും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വെൻ വി പ്രൈസ് അവർ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും കേട്ടോ. ഞാൻ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സർവീസ് ഇൻഡസ്ട്രിയിലെ ആളുകൾ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് ചിന്തിക്കരുത്. പ്രൊഡക്റ്റും സർവീസും ഈ സ്ട്രാറ്റജീസ് ഒക്കെ രണ്ടിനും അപ്ലിക്കബിൾ ആണ്, എല്ലാ കാര്യത്തിലും അപ്ലിക്കബിൾ. അതെങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മീൻ വൈൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഒരു 10-20 minutes, മേ ബി ഒരു 20-30 minutes ഈ ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജീനെ സംസാരിച്ചതിന് ശേഷം, പ്രൈസിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് മാത്രമുള്ള ചോദ്യങ്ങളല്ല, പൊതുവേ നിങ്ങൾ ബിസിനസ് മാൻ 360യിൽ വന്ന് ചോദിക്കണമെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി നമ്മുടെ ബിസ് ഗ്രോത്ത് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ബിസ് ഗ്രോത്ത് പാർട്ടിസിപ്പൻസിന് അന്ന് ഒരുപാട് ടൈം Q&Aക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ Q&A സെഷൻസ് ഒക്കെ വെക്കുന്നത്. സോ പ്രൈസിംഗ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു, പ്രൊഡക്റ്റും സർവീസും ഏതാണെങ്കിലും മാർക്കറ്റിൽ ആളുകൾ എന്ത് പ്രൈസ് ചെയ്താൽ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുമെന്ന് ചിന്തിക്കുന്നതിനുപരിയായി, മാർക്കറ്റിൽ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഇറക്കുന്ന സമയത്ത്, എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പ്രൊഡക്റ്റിനെ എങ്ങനെ പെർസീവ് ചെയ്യണം, അതായത് ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, എന്താണ് ഈ പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി, ഏത് കാറ്റഗറി, അപ്പൊ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് അഫോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാത്തൊരു പണം കൊടുത്ത് ഞാൻ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലാണ്. എന്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നുണ്ടോ നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ്, അതായത് ആളുകൾ എന്നെ കാണുന്ന രീതി, ഇയാൾ കൊള്ളാലോ,
ഇയാളുടെ ഒരു ബ്രാൻഡിങ് അല്ലെ ആ ഒരു പേഴ്സണാലിറ്റി ഇതിനൊക്കെ പെർസീവ് ചെയ്യുന്ന രീതിയിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടോ എന്ന് കസ്റ്റമർ ചിന്തിക്കും. പണ്ടത്തെ കാലത്തെ പോലെയല്ല, പണ്ടത്തെ കാലത്തും അതെ ഇപ്പോഴും അതെ, പക്ഷെ ഇപ്പോഴാണ് കൂടുതലായിട്ട്. ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് മാത്രമല്ല ഫാക്ടർ, അതിന് വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റോ അല്ലെ സർവീസോ നമ്മൾ പ്രൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഒരു കമ്പനി എന്റെ കസ്റ്റമർക്ക് ഇത് വാങ്ങാൻ സാധിക്കുമോ എന്ന് മാത്രം ചിന്തിക്കാതെ കസ്റ്റമർ പെർസീവ് ചെയ്യുന്ന വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടറുകളും ആലോചിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്? സോ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ആർ ദെയർ ആൻഡ് ഇഫ് യു ആർ റെഡി ടു സ്റ്റാർട്ട്, പ്ലീസ് ടൈപ്പ് R in the chat box. Chat box is ready? Yes, you can type R in the chat box. Our YouTube subscribers, if you are watching this live Q&A, if you are ready, please put R in the chat box. Great. Excellent. Thank you very much. ആൻഡ് ഓഫ് കോഴ്സ് യൂട്യൂബിൽ കുറച്ച് ഡിലേ ഉണ്ടാവും, അതുകൊണ്ട് യൂട്യൂബും സൂമും ഒരുമിച്ച് ആരും ഓപ്പൺ ചെയ്യരുതെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അവിടെ ഞങ്ങൾ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും. ദർ വിൽ ബി സ്ട്രീമിംഗ് ഡിലേ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ടു വൺ പ്ലാറ്റ്ഫോം മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു. യെസ് ആർ, എല്ലാവരും റെഡി ആണെന്ന് മനസ്സിലായി. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്വാഭാവികമായിട്ടും സാധാരണഗതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഓഫ് പ്രൈസിംഗ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ്? അതായത് ഈ ഒരു പെൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെലവായ എത്ര പണമാണോ അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ അതായത് പ്രൊഡക്റ്റിന് യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെ, അതിൻ്റെ ഒരു കോസ്റ്റ് മാത്രമല്ല, അതിന് വർക്ക് ചെയ്യുന്ന മിഷനറി, അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ, നിങ്ങൾ യൂസ് ചെയ്യുന്ന അതർ യൂട്ടിലിറ്റീസ്, അതിന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാലറി, അങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കോസ്റ്റ് ഓഫ് എ സർവീസ് ആണെങ്കിൽ, ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് മാൻ അവർ ആണ്. അതായത് ഒരു വ്യക്തി എത്ര സമയം വർക്ക് ചെയ്യുന്നു, ആ സമയം വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള കൂലി അയാൾക്ക് കിട്ടണം, അല്ലെ? അങ്ങനെ ഒരു സാധനം. പിന്നെ അവർ യൂസ് ചെയ്യുന്ന യൂട്ടിലിറ്റി, ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സർവീസ് സ്റ്റാഫ് ആണെങ്കിൽ ആ സർവീസ് സ്റ്റാഫിന്റെ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, ആ സർവീസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്ന വണ്ടി ഏത് വെഹിക്കിളും ആവാം, അതിന്റെ ഡിപ്രീസിയേഷൻ, അതിന്റെ ഫ്യൂവൽ ചാർജ്, പിന്നെ അതിന് പുറമെ നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ട്രാവൽ അലവൻസ് കൊടുക്കുന്നുണ്ട്, ഫുഡ് അലവൻസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അതായത് ഒരിക്കലും നമ്മളെ റോ മെറ്റീരിയലിന് മാത്രമല്ലാത്ത രീതിയിൽ ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ ബിസിനസ്മാൻ 360 പാർട്ടിസിപ്പൻസിനോടും നമ്മളെ യൂട്യൂബ് വ്യൂവേഴ്സിനോടും ഇപ്പൊ നമ്മുടെ സൂമിലുള്ള ആളുകളോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഈ കോസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ആവട്ടെ സർവീസിന്റെ ആവട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ ചുമ്മാ മാർക്കറ്റിൽ എന്റെ പ്രൊഡക്റ്റിന് ഇത്രയാണ് പ്രൈസ്, അല്ല? എല്ലാവരും പറയുന്നത് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് നിങ്ങൾ എവിടെ നോക്കിയാലും അതിൽ ആദ്യം വരുന്ന ഒരു സാധനം മാർക്കറ്റ് സ്റ്റഡിയാണ്. മാർക്കറ്റ് സ്റ്റഡി വേണം. മാർക്കറ്റ് സ്റ്റഡി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റുകളുടെ അതേ ലെവലിൽ നിങ്ങൾക്ക് ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഉറപ്പാണ് പല ആളുകളും, ഈ കൂട്ടത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ, നിങ്ങളൊരു പ്രൊഡക്റ്റിനോ സർവീസിനോ കോസ്റ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക കറന്റ് മാർക്കറ്റിൽ ഇതേ സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സിമിലർ പ്രൊഡക്റ്റ് വിറ്റുപോകുന്ന പണം എത്രയാണ്, എത്ര രൂപ കൊടുത്തിട്ടാണ് ആളുകൾ വാങ്ങുന്നത്, ഏത് പ്രൊഡക്റ്റാണ് ആളുകൾ കൂടുതൽ വാങ്ങുന്നത്, അതിന്റെ വില എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫാക്ടർ ആയിരിക്കും പല ആളുകളും ചിന്തിക്കുക. അതിന് പുറമെ അത് വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾ ആലോചിക്കുക, ഒരു ബൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, ഹൈ വോള്യൂം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ എമൗണ്ട് അവരുടെ വോള്യത്തിൽ കവർ ആവും. പക്ഷേ നിങ്ങൾ ഹൈ വോള്യം അല്ല ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ദർ ആർ അതർ ഫാക്ടേഴ്സ്. നിങ്ങൾ ഹൈ വോള്യം അല്ല ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സെയിം കോസ്റ്റിന് കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് മറ്റു പല ഫാക്ടേഴ്സും, ഈ കോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെങ്കിലും മറ്റു പല ഫാക്ടേഴ്സും പഠിക്കാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കോസ്റ്റ്, അതായത് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സർവീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എത്ര കോസ്റ്റ് ആവും എന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. എളുപ്പമല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു മാസം യൂട്ടിലിറ്റി ബിൽ ഇത്ര വരുന്നുണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി ഇത്ര വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എത്ര ദിവസം വർക്കിംഗ് ആണ്, അതിന് എത്ര ഡിവൈഡ് ചെയ്ത് എത്ര വരുന്നുണ്ട്. അപ്പൊ എത്ര പ്രൊഡക്റ്റ് ഒരു ദിവസം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റിന്റെ പെർ പ്രൊഡക്റ്റിൽ യൂട്ടിലിറ്റി ചാർജ് വരുന്നത് ഇത്രയാണ് എന്ന് നമുക്കൊരു ഐഡിയ ആയി.
അതേപോലെ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ശമ്പളം നിങ്ങൾ കൊടുക്കുന്നു ഒരു മാസം, അതിനെ പെർ ഡേ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ പെർ ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എത്ര പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നു, അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ ഇത്ര എന്റെ വേജസ് ആണ്, അല്ലെ എന്റെ ടീമിനുള്ള സാലറിയാണ്. ഇതേപോലെ എല്ലാ ഫാക്ടറും നോക്കുകയും അതോടൊപ്പം തന്നെ ഒരു പെർസെൻറ്റേജ് നമ്മുടെ എൻറ്റയർ തിങ്ങിന്റെ ഒരു എന്താ പറയാ, വേറെ എൻറ്റയർ നമ്മൾ പറയും സർവീസുകൾ നടക്കും. നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന പല മെഷീനറീസിന്റെയും ഒക്കെ സർവീസുകൾ നമ്മൾ നടത്തും. അപ്പൊ അതിന്റെ ഒരു പെർസെൻറ്റേജ് അത് വേറെ സെപ്പറേറ്റ് ഇത്ര വരും. ഇനി അതിന്റെ ഒരു ഡിപ്രീസിയേഷൻ, അതായത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ എന്താ പറയുക, നമ്മൾ അതിന്റെ ഒരു പവർ കുറഞ്ഞു വരും നമ്മൾ പറയുമല്ലോ. അപ്പൊ അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്ര വരും. ഇങ്ങനെ പല പല ഫാക്ടേഴ്സും ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ശരിക്കും ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. റൈറ്റ്. ഇനി ഇങ്ങനെ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ വെച്ച് നമ്മളൊരു പ്രൈസ് ഡിസൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഡിസൈഡ് ചെയ്ത പ്രൈസ് മാർക്കറ്റ് പ്രൈസുമായി കമ്പയർ ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ചിന്തിക്കുക. ഇപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, രണ്ടാമത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടർ? ഞാൻ എൻ്റെ ഈ ഒരു പെണ്ണ് ഞാൻ ഒരു ഇത്ര രൂപയ്ക്ക് ഞാൻ വിൽക്കുകയാണെങ്കിൽ ഈ പെന്നിന്റെ ക്വാളിറ്റിയെ കുറിച്ച് എൻ്റെ കസ്റ്റമർ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ഒരു പെന്ന് ഞാൻ 2 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് എൻ്റെ കസ്റ്റമർ എന്താണ് മനസ്സിലാക്കുക? ഇതേ പെന്ന് ഞാൻ 100 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് എൻ്റെ കസ്റ്റമർ എന്താ മനസ്സിലാക്കുക? നിങ്ങൾക്കറിയാം സൈക്കോളജി ഓഫ് കസ്റ്റമേഴ്സ് അതായത് കസ്റ്റമേഴ്സിനെ നമുക്ക് 3 തരത്തിൽ ഡിവൈഡ് ചെയ്താൽ, ഫസ്റ്റ് വൺ പ്രീമിയം കസ്റ്റമർ, അല്ലെങ്കിൽ ദോസ് ഹു ആർ റെഡി ടു പേ. എത്ര രൂപയാണെന്നുള്ളതല്ല, പ്രൊഡക്റ്റിന്റെ പ്രൈസ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ് അവർ തരും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ലൈനിലുള്ള ആളുകൾ. അപ്പൊ അവരെ പറ്റുന്ന രീതിയിൽ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ റെഡി ടു പേ ഹയർ പ്രൈസ്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ ലോ പ്രൈസ് ഉള്ള സാധനം മാത്രമാണ്, എനിക്ക് ബഡ്ജറ്റ് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ്. റൈറ്റ്. അപ്പം ഈ 3 കസ്റ്റമേഴ്സിന്റെയും സൈക്കോളജി ഇതാണ്. ഈ രീതിയിലുള്ള 3 സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കുന്ന കസ്റ്റമേഴ്സിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസിങ് ആവുക എന്നുള്ളത്. ഹൗ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഏത് രീതിയിലാണ് ആളുകൾ പെർസീവ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്? ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണോ, ഇതൊരു മിഡിൽ ലെവലിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ? അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, സൈക്കോളജിക്കൽ ഫാക്ടർ എന്നുള്ളത്. ആളുകൾ എന്ത് മനസ്സിലാക്കുക, ഇത് ഈ ഒരു സെയിം പെന്നെ ഞാൻ 100 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇത് തിരക്കേടില്ല, ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാവുകയും, അതേപോലെ ഈ പെന്നെ ഞാൻ 2 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 2 രൂപയുടെ ഒരു മാർക്കറ്റ് ഉണ്ടാവും, അതിനൊരു വോള്യൂം ഉണ്ടാവും. അതായത് ഈ വലിയ വോള്യൂമോ ചെറിയ വോള്യൂമോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതായത് സെല്ലിംഗ് ടു മച്ച് ആൻഡ് ഗെറ്റിംഗ് എ പ്രോഫിറ്റ്, സെല്ലിംഗ് വെരി ലെസ് ആൻഡ് ഗെറ്റിംഗ് എ പ്രോഫിറ്റ്. ഇതാണ് ബേസിക്കലി പ്രൈസിങ്ങിന്റെ ഒരു ബേസിക് തിങ്. അതായത് സെല്ലിംഗ് ടു മച്ച് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്ത് നമ്മൾ മാർജിൻ ഉണ്ടാക്കുകയും, സെല്ലിംഗ് ലെസ് അതായത് വോളിയം കുറച്ചാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് സെയിം ആവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 രീതിയിലും പുതിയ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ റിലീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി പുതിയ പ്രൊഡക്റ്റ് അല്ല, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് കൂടെ നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, അതിനുള്ള ഒരു ആഡ് ഓണുകൾ എന്തൊക്കെയാണ്, അതാണ് അതിൽ. അതായത് എക്സിസ്റ്റിംഗ് സർവീസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ തന്നെ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് അല്ലെ ആളുകൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫാക്ടറിൽ ചിന്തിക്കുന്നത്, സൈക്കോളജിക്കൽ ഫാക്ടറിൽ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആഡ് ഓൺ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ഇതാണ്, നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഹോൾ നമ്പറിന്റെ തൊട്ടു താഴെയുള്ള പ്രൊഡക്റ്റ് പ്രൈസിങ് ഇടുക. തൊട്ടു താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും 1000 റുപ്പീസിന്റെ 999 തന്നെ സെല് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് 1000 റുപ്പീസ് ആണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നതെങ്കിൽ 950 റുപ്പീസ് അല്ലെങ്കിൽ ആ രീതിയിൽ, അതായത് വലിയൊരു നമ്പറിന്റെ തൊട്ടു താഴെയുള്ള ഒരു നമ്പർ എപ്പോഴും ചെയ്യുന്നത്. അത് നിങ്ങൾ അറിയാം, ഏതൊരു ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഏതൊരു ബൊട്ടീക്കിലും, നിങ്ങൾ ഏതൊരു ബ്രാൻഡഡ് ഷോറൂമിനും, അതായത് ഡ്രസ്സ് വിൽക്കുന്ന ഏതൊരു ബ്രാൻഡഡ് ഷോറൂമിലും പോയി നോക്കിക്കഴിഞ്ഞാൽ അധിക പ്രൊഡക്റ്റുകളുടെയും വില ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ 1899 അല്ലെ, 1399, 1250, അതായത് ഒരു നമ്പറിന്റെ, ഒരു പർട്ടിക്കുലർ ഹോൾ നമ്പറിന്റെ താഴെയുള്ള നമ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിക്കോളൂ, ഇനി ഏതെങ്കിലുമൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റിന്റെ പ്രൈസ്, ഷർട്ടിന്റെ പ്രൈസിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ഒരിക്കലും പറയുന്നത് നമ്മുടെ പണ്ടത്തെ ബാറ്റയുടെ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു ഹോൾ നമ്പറിന്റെ താഴെയുള്ള നമ്പർ, അത് 999 ആവണമെന്ന് നിർബന്ധമില്ല.
അതായത് 3599 ഒരു കോസ്റ്റ് ആണ് അല്ലെ. ആ രീതിയിലുള്ളൊരു ഫാക്ടർ വരുന്ന സമയത്ത് അത് വലിയൊരു നമ്പറിന്റെ തൊട്ട് ഒരു താഴെയുള്ള ഒരു നമ്പർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. അത് ഒരു പ്രൊഡക്റ്റിന്റെ നമ്മൾ പ്രൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. ഇനി അടുത്തത് മറ്റു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം പൊസിഷനിങ്ങും റീപൊസിഷനിങ്ങും ആണ്. അത് ഈ സൈക്കോളജിയുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറയുന്നത്. അതായത് പൊസിഷനിങ് ആൻഡ് റീപൊസിഷനിങ് ഓഫ് എ പ്രൊഡക്റ്റ്. ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ക്രിയേറ്റഡ് എ ഡയഗ്രാം ലൈക്ക് ദിസ്. അതായത് മുകളിൽ കാണുന്നത് ഹൈ പ്രൈസ് ഉള്ളതും അതെ ഹൈ കോസ്റ്റ് ഉള്ളതും താഴെ കാണുന്നത് ലോ കോസ്റ്റ് ഉള്ളതുമാണ്. ഇനി യൂട്ടിലിറ്റി, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ലെസ് യൂട്ടിലിറ്റിയും റൈറ്റ് സൈഡിൽ കാണുന്നത് ഹൈ യൂട്ടിലിറ്റിയുമാണ്. ഹൈ യൂട്ടിലിറ്റിയുമാണെന്ന് വിചാരിക്കാം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഉപയോഗം. ഇപ്പം നമ്മൾ പറയാറുണ്ട് വാച്ചിന്റെ ഉപയോഗം സമയം നോക്കാനുള്ളതാണ് അല്ലെ. അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. കറക്റ്റ്. അതിന്റെ പ്രൈസ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതില് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിരുന്നോ? ഓക്കെ, സോറി, ലെറ്റ് മീ. ഇത് നമ്മൾ ഈ ഒരു എൻറ്റയർ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലോർ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ യൂട്ടിലിറ്റിയും കോസ്റ്റും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ യൂട്ടിലിറ്റി കുറവും യൂട്ടിലിറ്റി ചെറുതും കോസ്റ്റ് ചെറുതുമാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എക്കോണമി കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എക്കോണമി കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ചീപ്പ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പെന്ന് 2 രൂപയുടെ ഒരു പെന്നാണ്. 2 രൂപയുടെ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റീഫിലിന് ഒരു പർട്ടിക്കുലർ ലൈഫ് ഉണ്ടാവും. അതിന്റെ പ്രൊഡക്റ്റിന്, അതായത് അതിന്റെ ബോഡിക്ക് ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് പറയില്ല കേട്ടോ, ക്വാളിറ്റി ഉണ്ടാവും. അതായത് അപ്പം നോക്കുക, അത് എക്കോണമിയാണ്. അതിന്റെ യൂട്ടിലിറ്റി എന്താണ്? സാധാരണഗതിയിൽ ഒരു 10 രൂപയോ 15 രൂപയോ കൊടുത്തു വാങ്ങുന്ന പെന്നിന്റെ അത്ര കാണാൻ, അല്ലെങ്കിൽ ആ എഴുത്തിന് അത്ര ഒരു വൃത്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു എഴുത്ത് അധിക കാലം ചിലപ്പോൾ അത് നിൽക്കില്ല, പെട്ടെന്ന് എഴുതി തീർന്നു പോകും. അങ്ങനെ ആവുന്ന സമയത്ത് അതൊരു എക്കോണമിക് പ്രൊഡക്റ്റ് ആണ്. സോ യു തിങ്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് ഒരു എക്കോണമിക് പ്രൊഡക്റ്റ് ആയിട്ടാണോ ചെയ്യേണ്ടത്? അതിന്റെ ഒരു ഗുണം എന്താണ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെഗ്മെന്റ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ള ഒരു സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. കൂടുതൽ സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും അല്ലെ. കാരണം അത് നോ ബ്രെയിനർ ആണ്. അത് വാങ്ങാൻ വേണ്ടി ഒരാൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ യൂട്ടിലിറ്റി എഴുതലുള്ള യൂട്ടിലിറ്റി അത് നടക്കും. പക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ കോസ്റ്റ് കുറവാണ്. അപ്പം യൂട്ടിലിറ്റിയും കോസ്റ്റും കുറവാകുമ്പോൾ അത് വളരെ എക്കോണമിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൺവീനിയൻസ് എന്ന് കാണുന്ന കാറ്റഗറി നിങ്ങൾ നോക്കുക. കൺവീനിയൻസ് പറഞ്ഞ കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആയിട്ടുള്ള യൂട്ടിലിറ്റിയും ലോ ആയിട്ടുള്ള കോസ്റ്റും. അതായത് നല്ല യൂട്ടിലിറ്റി ഉണ്ട്, കോസ്റ്റ് ലോവർ ആണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സാധനം. അതേപോലെ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെന്ന്, ഒരു 10 രൂപയുടെ പെന്ന്, അതെന്താണ്? അത് നല്ല കുറെ കാലം നിൽക്കും, നല്ല സ്മൂത്ത് ആണ് എഴുതാൻ, വളരെ ക്ലിയർ ആയിട്ട് അതിൽ എഴുത്ത് വരും, കുറെ നേരം അതിന്റെ ഒരു ഇങ്ക് നിലനിൽക്കും. ഇങ്ങനെയുള്ള ഒരു ഫാക്ടർ വരുന്ന സമയത്ത് അതിന്റെ യൂട്ടിലിറ്റി വളരെ വലുതാണ്. കോസ്റ്റ് കമ്പയർ ടു ഇതേപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു 50-100 രൂപയുടെ പെന്നിന്റെ അതേ രസത്തിൽ നമുക്ക് ഇതിൽ എഴുതാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പെർസീവ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് യൂട്ടിലിറ്റി കൂടുതലും കോസ്റ്റ് ചെറുതുമാണ്. അതിനെയാണ് കൺവീനിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈവൻ ദോ വലിയ ബൾക്കായിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് ഇല്ല എന്നുണ്ടെങ്കിലും കൂടി ആളുകൾ ഇത് വളരെ സ്മൂത്ത് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ പുഷ് കൊണ്ട് പ്രൈസ് കൊടുക്കാൻ തയ്യാറാവുന്ന ആളുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് ഈ കൺവീനിയൻസ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഈ ഒരു കൺവീനിയൻസ് കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് പെടുത്താൻ സാധിക്കുമോ? യൂട്ടിലിറ്റി, ഇപ്പം പറയാണ് ഏതെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങൾ റിലീസ് ചെയ്യുന്നു. ഈ പുതിയ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പൊ ഞാനൊരു ഇലക്ട്രോണിക്സ് ഷോപ്പ്, അതായത് പറഞ്ഞ പോലെ മൊബൈൽ ആക്സസറീസ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ, റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പുതിയൊരു ബ്രാൻഡ് വന്നു, സപ്പോസ് ഒരു പുതിയ ബ്രാൻഡ് വന്നു, ആ ബ്രാൻഡിന്റെ പേര് ഓറഞ്ച് ഫോൺസ് ആണ്. ഈ ഒരു ഫോണിന്റെ ബ്രാൻഡ് ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കണം, ഇതൊരു കൺവീനിയൻസിൽ വരുന്നതാണോ, എക്കോണമി കാറ്റഗറിയിൽ വരുന്നതാണോ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ. അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മുടെ ആളുകളെ ഇതിൽ കോസ്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ കൺവീനിയൻസ് ആണോ എക്കോണമി ആണോ നോക്കുക. ഇനി തൊട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷറി കാണാം.
ഈ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ യൂട്ടിലിറ്റിയും ഹൈ കോസ്റ്റും വരുന്നതിനെയാണ് ലക്ഷറി എന്ന് പറയുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാച്ച് കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വാച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പല ആളുകൾക്കും അതൊരു പ്രസ്റ്റീജ് അല്ലെ, ലക്ഷറി ഫീലിംഗ് തരുന്ന, ഇമേജ് തരുന്ന, ആളുകൾക്ക് നോക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതായത് ലോ യൂട്ടിലിറ്റി. എന്താണ് വാച്ചിന്റെ യൂട്ടിലിറ്റി? സമയം നോക്കുന്നതാണ്. സമയം നോക്കുക എന്നുള്ളതാണ് വാച്ചിന്റെ യൂട്ടിലിറ്റി. എന്നിട്ട് അതേപോലെ തന്നെ അതിന്റെ ഇതെന്താണ്, സമയം നോക്കുക എന്നുള്ളതാണ് അതിന്റെ വാച്ചിന്റെ യൂട്ടിലിറ്റി. അതിന്റെ കോസ്റ്റ് നോക്കുക. ഇപ്പൊ അതിൽ എക്കോണമിയിൽ വരുന്ന സാധനമുണ്ട്, കൺവീനിയൻസിൽ വരുന്ന സാധനമുണ്ട്, ലക്ഷറിയിൽ വരുന്ന സാധനമുണ്ട്. അതായത് നമുക്കറിയാം 15, 20, 30 കോടി രൂപ വരെ വിലയുള്ള വാച്ചുകൾ അവൈലബിൾ ആണ് അല്ലെ. AP, അതുപോലെ അങ്ങനെ ഒരുപാട് റിഷാർഡ് മെൽ, ഒരുപാട് അങ്ങനത്തെ വാച്ച് ബ്രാൻഡുകൾ ഉണ്ട്. റോളക്സ് നമുക്കറിയുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, അത് ഭയങ്കര ലക്ഷറി കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ലക്ഷറി കാറ്റഗറിയിൽ വരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദർ ഷുഡ് ബി എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. ഒരു സ്റ്റോറി നിങ്ങൾക്ക് സെല് ചെയ്യാൻ സാധിക്കണം ആ പ്രൊഡക്റ്റിന്റെ കൂടെ. അതായത് ഒരു ഉൽക്ക കഷ്ണം വെച്ച് അതിന്റെ ക്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വാച്ചാണിത്. അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റം മെയ്ഡ് ചെയ്ത് ഇത്രയും ഡയമണ്ട്സും ഇത്രയും സാധനങ്ങളും ഒക്കെ വെച്ച് ആളുകളെ എത്രയും കാലം വെയിറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മൾ കാറ് വാങ്ങുന്നതിനേക്കാൾ വെയിറ്റിംഗ് പീരീഡ് ആണ് വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട്. ലക്ഷറി വാച്ചസ് നോക്കി അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു റോളക്സോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വാച്ച് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നിങ്ങൾ പേയ്മെന്റ് എടുത്ത് വെയിറ്റ് ചെയ്യാണ് വാച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അത്തരത്തിലൊരു ലക്ഷറി പ്രൊഡക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് ലോ യൂട്ടിലിറ്റി ആൻഡ് ഹൈ പ്രൈസ് വരുന്നതിനെയാണ് നമ്മൾ ലക്ഷറി എന്ന് പറയുക. ഈ ലോ യൂട്ടിലിറ്റി എന്ന് ഞാൻ പറയുമ്പോഴും ഈ വാച്ചിന്റെ കേസിൽ ദർ ഇസ് അനദർ കാച്ച്. അതായത് ലോ യൂട്ടിലിറ്റി, ടാൻജിബിൾ ആയിട്ടുള്ള യൂട്ടിലിറ്റിയാണ് ഞാൻ ലോ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് സമയം നോക്കാനാണ്. പക്ഷെ അതുകൊണ്ട് മറ്റ് പലതരത്തിലുള്ള യൂട്ടിലിറ്റിയും ഇത് വാങ്ങുന്ന ആളുകൾ കാണുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. റൈറ്റ്, ഇതാണ് ലക്ഷറി. നെക്സ്റ്റ് വൺ പ്രസ്റ്റീജ്. അതായത് ഹൈ കോസ്റ്റും ഹൈ യൂട്ടിലിറ്റിയും വരുന്ന പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ പ്രസ്റ്റീജ് എന്ന് പറയാം. അതായത് ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പം ഒരു ടി വി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഒരു ഗൂഗിൾ ടി വി നിങ്ങൾ വാങ്ങുകയാണ്. ഒരു ഗൂഗിൾ ടി വി, ഒരു 45 ഇഞ്ച് അല്ലെങ്കിൽ 50 ഇഞ്ച് വരുന്ന ടി വിയുടെ നോർമൽ മാർക്കറ്റ് പ്രൈസ് ഈസ് ഫ്രം 30 to 50. നേരെ മറിച്ച് ആ ടി വിയിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയും അതിനനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അവിടെ ഹൈ യൂട്ടിലിറ്റി ഹൈ ആണ്. അപ്പൊ ആ ടി വി വാങ്ങുന്ന ആൾ, ഇപ്പോൾ കേർവ് ടി വി അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്ന ടി വി, ഇതൊക്കെ എന്താണ്, അതിന്റെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഇൻക്രീസ് ചെയ്യാണ്, അതിനനുസരിച്ച് അതിന്റെ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വരുന്നത്. അതായത് ഹൈ യൂട്ടിലിറ്റി, അതായത് ആ വാങ്ങുന്ന ആളുകൾ നോട്ട് ഓൺലി ലക്ഷറി മാത്രം നോക്കുന്ന ആളുകളല്ല, നേരെ മറിച്ച് ഒരു പ്രസ്റ്റീജ്, ഒരു അത്യാവശ്യം ലക്ഷറി ആണ്, അത്യാവശ്യം ആളുകൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ, നിങ്ങൾ ഈ സാധനം ഓൺ ചെയ്യുന്ന ഒരാളില്ലേ, ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ. അപ്പൊ ഈ രീതിയിൽ യൂട്ടിലിറ്റിയും കോസ്റ്റും കമ്പയർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ, നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ നമ്മൾ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യുക എന്ന് പറഞ്ഞത്. പൊസിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ ഏത് കാറ്റഗറി ആയിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കാണുന്നത്? ലക്ഷറി ആയിട്ടാണോ കാണുന്നത്? എക്കോണമിക് പ്രൊഡക്റ്റ് ആയിട്ടാണോ കാണുന്നത്? യൂട്ടിലിറ്റി പറ്റുന്ന ഒരു കൺവീനിയൻസിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണോ കാണുന്നത്? ഇങ്ങനെ ഏത് കാറ്റഗറിയിലാണ് കാണുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ദർ ഇസ് സംതിങ് കോൾഡ് പെനിട്രേഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അതായത് പെനിട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഒരു പ്രൈസ് ആണ് പെനിട്രേറ്റിംഗ് പ്രൈസ്. ഈ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ഈ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് ആളുകളെ ഫോക്കസ് ചെയ്ത് ഞാൻ ഇതിനൊരു പ്രൈസ് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ പെനിട്രേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പെനിട്രേഷൻ പ്രൈസിന്റെ പ്രത്യേകത, അത് കഴിഞ്ഞ് കുറച്ചു കാലം നമ്മൾ ആളുകൾ യൂസ് ചെയ്ത് അത് കൺവീനിയന്റ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട്, അത് ഇനീഷ്യൽ വരുന്ന നമ്മുടെ ഒരു ലോസും ഇനീഷ്യൽ വരുന്ന നമ്മുടെ ഇതിന് വരുന്നൊരു എഫേർട്ടും, നമ്മൾ ആ എഫേർട്ടും മാർക്കറ്റിങ്ങിലൂടെ നമ്മളെ പുതിയ പ്രൊഡക്റ്റ് ആ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ യു ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക്.
ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ മാസം 5000 രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് നിങ്ങൾ 3-4 മാസം കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞ് അതിനെ നമ്മൾ 5000-ൽ നിന്ന് 6000-ലേക്ക് മാറ്റി. നിങ്ങളുടെ 100 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഈ 100 കസ്റ്റമേഴ്സിൽ 90 പേരും അത് 1000 കൂട്ടിയാലും കുഴപ്പമില്ല, അവരുടെ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യല്ലോ. ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു കാര്യം. അതാണ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ്, സർവീസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആ ഒരു വർത്ത് ഉണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് ഈ ലൈഫ് സൈക്കിളിൽ പെനിട്രേഷൻ പ്രൈസിന്റെ ഈവൻ 100% വരെ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. പല ആളുകളും സർവീസിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാത്തത് അയ്യോ എന്റെ കസ്റ്റമേഴ്സ് എല്ലാം നിർത്തി പോകുമല്ലോ എന്നുള്ള ഫീലിങ്ങുള്ളതുകൊണ്ടാണ്. യു ഡിസൈഡ് സംതിങ്, ആ ഡിസിഷൻ നിങ്ങൾ ചെയ്യണം. ലൈഫ് സൈക്കിൾ ഓഫ് ഇപ്പോൾ ആസ് എ ട്രെയിനർ, ഞാനൊരു ട്രെയിനർ എന്ന രീതിയിൽ when I started my training career in 2009, എൻ്റെ ബിടെക് കഴിഞ്ഞ് 2009 ഞാൻ ഈ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയ സമയത്ത് ദോസ് ടൈംസ് ഒരു പെർ അവർ നമ്മൾ ചാർജ് ചെയ്യുന്ന, ഒരു പെർ ഡേ നമ്മൾ ചാർജ് ചെയ്യുന്നതാണെങ്കിലും അതൊരു പെനിട്രേഷൻ ലെവലാണ്. അതായത് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമ്മളെ ഫ്ലോട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം പതുക്കെ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഇപ്പം നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ എങ്ങനെയാണോ ബേസ് ലെവലിൽ എടുത്ത ആൾ പോലും ഒരു കംപ്ലൈന്റും പറയില്ല, ഓക്കെ ഈ റേറ്റിന് വേർത്താണ് എന്നൊരു ഫീൽ ഉണ്ടാക്കുമല്ലോ. അതിനാണ് ഈ ലൈഫ് സൈക്കിൾ മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയുക. അതായത് പെനിട്രേഷൻ പ്രൈസും അത് കഴിഞ്ഞ് വരുന്ന ഇൻക്രീസ് ഓഫ് റേറ്റ്, ഇവിടെ മറ്റു പല ഫാക്ടേഴ്സും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അവിടെയൊക്കെ ഓപ്പറേഷൻ ലെവലിലുള്ള കുറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. അത് മറ്റൊരു സെഷനിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് ലൈഫ് സൈക്കിൾ ഓഫ് ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ്ങിന്റെ ലൈഫ് സൈക്കിളിൽ വരുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലാതെ വരുന്ന മറ്റു ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുക. അടുത്തത് വാല്യൂ പ്രൊപ്പോസിഷൻ ആണ്. വാല്യൂ പ്രൊപ്പോസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് വാല്യൂ ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ബിലീവ് ഇനി അറിയില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ Q&A. ലാസ്റ്റ് വൺ ഇസ് ഏർലി അഡാപ്റ്റേഴ്സ്. ഏർലി അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. ഐഫോൺ 15 എന്ന് പറയുന്ന ഐഫോൺ 15 ഇക്കൂട്ടത്തിൽ തന്നെ പല ആളുകളും ഓൾറെഡി വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഏർലി അഡാപ്റ്റേഴ്സ് ആണ്. ഇപ്പം ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വരികയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ ആദ്യം വാങ്ങുന്ന ആളുകൾ അവർ ഏർലി അഡാപ്റ്റേഴ്സ് ആണ്. കറക്റ്റ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഐഫോൺ 15 ആണെങ്കിൽ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പെനിട്രേഷൻ കോസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ ഏർലി അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് ആളുകളുണ്ട്. ഇവര് പുതിയ പ്രൊഡക്റ്റ് വരുമ്പം, പുതിയ രീതിയിലുള്ള കൺസെപ്റ്റുള്ള പ്രൊഡക്റ്റുകളും സർവീസും വരുമ്പം അവർ ആദ്യം വാങ്ങും. അങ്ങനെ ആദ്യം വാങ്ങുന്ന സമയത്ത് ദേ വോണ്ട് തിങ്ക് അബൌട്ട് ദി പ്രൈസ്. ഇപ്പൊ ഐഫോൺ 15 വാങ്ങുന്ന സമയത്ത് 14 നിന്നും ഉണ്ടായ ഒരു പ്രൈസ് ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഓഫ് കോഴ്സ് ദർ വിൽ ബി ഫീച്ചർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഐഫോൺ മാത്രമല്ല കേട്ടോ പറയുന്നത്, ഏത് ഫോണാണെങ്കിലും പല ഫീച്ചർ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തായാലും വാങ്ങും. ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം 14 ഉള്ള ആളുകളോ 13 ഉള്ള ആളുകളോ 12 ഉള്ള ആളുകളോ സ്വാഭാവികമായിട്ടും 15 ഇറങ്ങുന്ന ഉടനെ വാങ്ങും. അപ്പൊ അതിനൊരു പ്രൈസിങ് ഉണ്ടാവും. ആ പ്രൈസിങ് നോർമൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും. ഞാൻ ഐഫോണിന്റെ എക്സാക്ട് കേസ് പറയുകയല്ല, ഐ എം ഗിവിംഗ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. അപ്പൊ അതിന്റെ നോർമൽ പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ പ്രൈസ് ആയിരിക്കും. അപ്പൊ ഈ ഏർലി അഡാപ്റ്റേഴ്സ് ആ എക്സ്ട്രാ പ്രൈസ് കൊടുത്തു വാങ്ങാൻ തയ്യാറാണ്. പിന്നെ എന്തിനാണ് ഇവർ പെനിട്രേഷൻ റേറ്റിൽ അല്ലെങ്കിൽ റേറ്റ് കുറച്ച് വെക്കേണ്ട ആവശ്യം? റൈറ്റ്. ആ രീതിയിൽ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ഏർലി അഡാപ്റ്റേഴ്സ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ എന്ത് സംഭവിക്കും? ഈ ഏർലി അഡാപ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഐഫോൺ റിലീസ് ചെയ്യുന്ന സമയത്തേക്ക് ഇതിന്റെ റേറ്റ് കുറഞ്ഞു വരും. എനിക്കറിയാം ഐഫോൺ യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഐഫോൺ യൂസ് ചെയ്യുന്നതിൽ ഒരു 60% ആളെങ്കിലും അയാൾ വാങ്ങാൻ പോകുന്ന ഐഫോൺ ഇപ്പോൾ 15 ഇപ്പോൾ റിലീസ് ചെയ്തു, ഇപ്പോഴായിരിക്കും പല ആളുകളും 13 അല്ലെങ്കിൽ 13 Pro വാങ്ങുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതായത് 15 ഇറങ്ങി ഉടനെ വാങ്ങാത്ത ഏർലി അഡാപ്റ്റേഴ്സ് അല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, ലേറ്റ് അഡാപ്റ്റേഴ്സ് നമുക്ക് പറയാം. അവരെന്തായിരിക്കും ചെയ്യുന്നത്? ഇപ്പൊ പുതിയ ഐഫോൺ 13ഉം ഐഫോൺ 13 Pro പുതിയത് വാങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസിലേക്ക് ഈ ഐഫോൺ 15നെ ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് റേറ്റ് കൊണ്ടുവരാണ്. കറക്റ്റ്. അപ്പൊ അവിടെ ഇറങ്ങുന്ന പ്രൊഡക്റ്റ് ഏർലി അഡാപ്റ്റേഴ്സ് വാങ്ങുന്നു. സെയിം ടൈം ഈ പ്രൊഡക്റ്റ് ആരാ വാങ്ങുന്നത്? ലേറ്റ് അഡാപ്റ്റേഴ്സ് വാങ്ങുന്നുണ്ട്.
60% ആൾക്കാർ എനിക്ക് ഉറപ്പാണ് ഇപ്പം ഇന്നലെ പോലും ഐഫോൺ 13 അല്ലെങ്കിൽ 13 പ്രോയോ വാങ്ങുന്ന ആളുകളുണ്ടാവും. അവിടെയാണ് ഈ ഏർലി അഡാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സ്ട്രാറ്റജി ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റിന്റെ ഒരു എന്താ പറയുക പ്രൈസിങ് അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതിന് മാർക്കറ്റ് സ്റ്റഡിക്ക് പുറമെ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് സ്റ്റഡിക്ക് പുറമെ എന്തൊക്കെ ചെയ്യുന്നു, മാർക്കറ്റ് സ്റ്റഡിക്ക് പുറമെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ. ഇഫ് ദ സെഷൻ വാസ് യൂസ്ഫുൾ പ്ലീസ് ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ വൈ എന്ന് പോസ്റ്റ് ചെയ്യാം, യെസ് എന്ന് പോസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിനും നിങ്ങൾക്ക് യെസ് എന്ന് പോസ്റ്റ് ചെയ്യാം, വൈ എന്ന് പോസ്റ്റ് ചെയ്യാം. നോ പ്രോബ്ലം. പ്ലീസ് ഗോ ഹെഡ്. യെസ്, താങ്ക് യു വെരി മച്ച്. Thank you. So let's start the Q&A. Ini Sandhya, over to you. Thank you so much. I hope the pricing strategy, അതായത് പ്രൈസിംഗിൽ വെറും ഒരു എങ്ങനെയെങ്കിലും ഡിസൈഡ് ചെയ്തിട്ട് ഒരു പ്രൈസ് ഇടണം എന്ന് പറയല്ല. ബട്ട് ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഗോസ് ഇൻ ടു ലോട്ട് ഓഫ് വർക്ക് വൈൽ പ്രൈസിങ്. പ്രൈസിങ്ങിനെ കുറിച്ചോ ഇനി അതല്ല ഏതെങ്കിലും ഒരു ഏരിയനെ കുറിച്ചോ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഇഫ് യു ഹാവ് എ പ്രോബ്ലം, ഇഫ് യു ഹാവ് എ ചാലഞ്ച്, or no, if you want to share something, നമ്മുടെ സൂം യൂസേഴ്സിനോട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. അന്ന് ബിസ് ഗ്രോത്ത് 1.0 ആണെങ്കിലും ബിസിനസ്മാൻ 360 നമ്മുടെ കോഴ്സിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തതായിട്ടുണ്ടെങ്കിൽ we can definitely listen to you. We'll be happy to listen to you. അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ചാലഞ്ചസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. So let us see. Do you have any questions? Please feel free to ask any questions. Questions ചോദിക്കുമ്പോഴത്തേക്കും let me also announce നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ബിസിനസ്മാൻ 360 എന്നാണ് തുടങ്ങുക, 1 month കോഴ്സ് എന്നാ തുടങ്ങുക എന്നുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. We are starting both 1 month course and the advanced level course on November 1st of November നാണ്. അതിന് സ്പെഷ്യലി നമ്മുടെ ബിസിനസ്മാൻ 360 പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ ബിസ് ഗ്രോത്ത് 1.0 പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട്സ് അതെ. ഡു റീച്ച് ഔട്ട് ടു അസ് ഫോർ ദ ഡീറ്റെയിൽസ്. സംഗീത എല്ലാവർക്കും തന്നെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. വിൽ ഓൾസോ പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. അപ്പം ഡു നോട്ട് ഫർഗെറ്റ്. എന്താണ് ഈ 1 month കോഴ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കുറെ പേരുടെ സംശയം. Already joined with the 1 month course right from how to start a business to already business തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് how to bring in proper systems in your business. നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ നമ്മൾ സ്ക്രാച്ച് പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യങ്ങളും പ്ലസ് how to manage and build a team. How to manage ഒരു ടീമിനെ എങ്ങനെ കൊണ്ടു നടക്കാം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സെനാരിയോയില്, അതായത് സ്മോൾ ബിസിനസ് ഓണേഴ്സ്, ബിഗ് ബിസിനസ് ഓണേഴ്സ്, നാട്ടിലെ ഒരു സെനാരിയോയില് how do you work with your team and how to get your team more efficient. Already ഒരു ടീം ഉണ്ടെങ്കിൽ എങ്ങനെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും കൂട്ടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ട് പ്രോഗ്രാം ആണ് ദിസ് ബിസിനസ്മാൻ 360 1 month കോഴ്സ്. ആൻഡ് ഐ തിങ്ക് ദ കോഴ്സ് ഫീ ഇസ് ജസ്റ്റ് ₹3599. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യുക. ദിസ് ഗിവ്സ് യു ആൻ ഓവറോൾ. ഈ കേൾക്കുന്ന ഫീഡ്ബാക്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്മാൻ 360 വന്ന് പറയുന്ന ബിഗ് വിൻസ്, ഇതെല്ലാം is a part of a start of this 1 month course that we have. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു, നമ്മളെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് cardeco.com. cardeco.com കാർ വാങ്ങുന്നതിന് മുമ്പേ ഉള്ള റിവ്യൂസും കാർ വാങ്ങാൻ പോകുന്ന ആൾക്കാർക്കും ബെസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരു റിവ്യൂസ്. 2 ബ്രദേഴ്സ് ഒരു 2 ടയർ സിറ്റിയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ cardeco.com. യു ഹാവ് അമിത് ആൻഡ് അനുരാഗ് ഹു സ്റ്റാർട്ടഡ് cardeco.com. അവരുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വിച്ച് ദേ ഡിഡ്. 2 പേരും IIT ഗ്രാജുവേറ്റ്സ് ആണ്, അതിനുശേഷം MBA പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ അവരൊരു ബിസിനസ് എടുത്ത് തുടങ്ങുമ്പം അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങൾ IIT ആയോണ്ടും അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു MBA ഉള്ളതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചിരുന്നത് വളരെ പുഷ്പം പോലെ ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ അതായത് ആ ഒരു ഡിഗ്രി ഉള്ളതുകൊണ്ട്, അങ്ങനെ ഒരു എക്സ്പോജർ ഉള്ളതുകൊണ്ട് വി തോട്ട് വി ക്യാൻ ഈസിലി ഹാവ് എ ബിസിനസ് ഡൺ. ഒരു ബിസിനസ് തുടങ്ങുകയും അത് ക്വിക്ലി റൺ ചെയ്യുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും വളരെ പെട്ടെന്ന് സാധിക്കും എന്നുള്ളത് അവര് പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പൊ പക്ഷെ അവര് പറയുന്നത് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇറ്റ് ഈസ് വെരി വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് വി ലേൺ. അതായത് എത്ര MBA ഉണ്ടായിട്ടും എത്ര വലിയ കോളേജസിൽ പഠിച്ചിട്ടും
ആക്ച്വൽ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അറിയുക അതിന്റെ സത്യാവസ്ഥ, അതിന്റെ കാര്യങ്ങളും. എക്സാക്ട്ലി ദ സെയിം വാട്ട് വി ഹാവ് ബീൻ റിപ്പീറ്റിംഗ്. ഞങ്ങൾ ബിസിനസ്മാൻ 360 തുടങ്ങിയ ദിവസം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഈ ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം വരുന്ന കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. റണ്ണിങ് എ ബിസിനസ് ഇസ് ഡിഫറെന്റ് ഫ്രോം ലേണിംഗ് എ ബിസിനസ്. പഠിക്കുന്നതും വായിക്കുന്നതും ചെയ്യുന്നതും വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്ത് പരിചയമുള്ള ഒത്തിരി പേരുടെ ഇൻസൈറ്റ്സും കൊണ്ടാണ് ഈ ഒരു ബിസിനസ്മാൻ 360 കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ വി വുഡ് ലവ് ടു സീ യു ഓൾ there, and ഈ ഒരു കോഴ്സിന്റെ ഭാഗമാവാൻ നമ്മൾ എല്ലാവരും we wish that you're all there with us. That is one. And we also have some questions here. How to find price of a product is what Muhammad Nishad asked. Rakesh, how to find a price of a product? അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം ഇവിടെ കണ്ടു. വേറെ ആർക്കെങ്കിലും any questions ഉണ്ടെങ്കിൽ please post. How to find the price of a product? അതൊരു ക്വസ്റ്റ്യൻ, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ നോക്കിയായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഹൗ ടു ഫൈൻഡ് ദ പ്രൊഡക്റ്റ്, പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഡക്റ്റിന്റെ എങ്ങനെയാണ് കോസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. അപ്പം ആ സമയത്ത് ഇഫ് യു വർ നോട്ട് ഇൻ ദ സെഷൻ, ഐ റിക്വസ്റ്റ് യു ടു ആഫ്റ്റർ ദ സെഷൻ നമ്മുടെ ലൈവ് Q&A റെക്കോർഡിംഗ് യൂട്യൂബിൽ ഉണ്ടാവും. ഇനീഷ്യൽ ടൈം അത് എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. Yes, Shyamla. Yes, Shyamla has a question. Before we attend, Shyamla, price of a product is always based on the value you add to the product. നമ്മൾ എത്രത്തോളം വാല്യൂ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു, അതായത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഈസ് യുവർ കസ്റ്റമർ വില്ലിംഗ് ടു പേ സോ മച്ച് ഫോർ ദ വാല്യൂ ദാറ്റ് യു ഹവ് ആഡഡ്. നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂന് കസ്റ്റമർ എത്രത്തോളം വരെയും പേ ചെയ്യാൻ റെഡി ആയിരിക്കും, എത്ര വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യുന്നു. ഏതൊരു ബിസിനസ് ഓണറും എപ്പോഴും ചിന്തിക്കേണ്ടത് ബിയോണ്ട് വാട്ട് യു ഇൻവെസ്റ്റ് ഇൻ ടു പ്രോഡക്റ്റിന്റെ ഡെലിവറിയോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷനോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും ഉപരി എത്ര വാല്യൂ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഹൗ മച്ച് വാല്യൂബിൾ ക്യാൻ യു മേക്ക് യുവർ പ്രോഡക്റ്റ്. അങ്ങനെ ഒരു ചിന്താഗതിയോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഐ ഫീൽ the pricing becomes a lot more easier. ബാക്കിയുള്ളത്, as Rakesh said, there are so many factors that goes into the pricing of a product. Yes, Shyamla, go ahead and ask your question. Shyamla, you can unmute. I think we have the unmute access to all. Yeah, now it is there, ma'am. Yeah, All it was right. not there earlier. Okay. Yeah, and the question is related to what you just said about the value, that we can add, right? So, if the number of fixed cost or variable cost, and it's easy to define, right? So when it comes to value, it is not so easy to. I mean, it's easy to qualitatively define, but quantitatively, when we convert it into a pricing thing, right? There's a lot of ambiguity around that. So because what we perceive may not be what is perceived by the customer, right? So our disparity can happen. And second thing, we may not perceive it in the right way in the first place. There's a lot of scope for confusions or getting it wrong, right? Do you have any suggestions? Yes, Shyamla, you were talking about the services. Not exactly the service, but in even terms the product of value, also. Yeah, a value proposition, right? Like when we say that we have to, utility cost, right? I mean, we perceive that there's a lot of, utility value for this, and or we perceive ABC. These are our, utility value. Disparity is what I'm trying to see how we can, especially when I think, as Rakesh said, it's easier when you have products in the market. But for me personally, it is something new. So there is a lot of confusion or ambiguity around that area. Got it. ഞാൻ പറയാം, ഷാംല ചോദിച്ചത് എന്താന്ന് വെച്ചാല് നമ്മള് ഒരു പ്രോഡക്റ്റിന്, അതായത് ഷാംല ചോദിച്ച പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ രാകേഷ്, വുഡ് യു ലൈക്ക് ടു ഷാൽ ഐ? ഓക്കെ,
ഓക്കെ, ശമ്പളം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മള് പ്രോഡക്റ്റിന് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മളൊരു ഒരു രീതിയിൽ നമ്മൾ അതിനൊരു പ്രൈസ് ഇടും. നമ്മൾ വിചാരിക്കും അതിന് ഭയങ്കര യൂട്ടിലിറ്റി ആണ്, അത് നല്ല ഉപയോഗമുണ്ട്, കാരണം അത് നമ്മുടെ പ്രോഡക്റ്റാണ്. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, അതിന് ഭയങ്കര യൂട്ടിലിറ്റി, നല്ല യൂട്ടിലൈസേഷൻ ഉണ്ട്, ആൾക്കാരൊക്കെ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നു. പക്ഷെ മാർക്കറ്റിൽ ചിലപ്പം ആ വിചാരിച്ച അത്രയും യൂട്ടിലിറ്റി അല്ലെങ്കിൽ വിചാരിച്ച അത്രയും വില തരാനായിട്ട് ആൾക്കാർ റെഡി ആവില്ല. ദാറ്റ് മൈ നോട്ട് ബി ദെയർ. അവിടെ ശമ്പള വാട്ട് കംസ് ഇൻ ദെയർ, അല്ലെങ്കിൽ അവിടെ എന്താ വരുന്നതെന്ന് വെച്ചാല് ദ വേ വി പ്രസന്റ് അവർ പ്രോഡക്റ്റ് ആൻഡ് വെയർ ആർ വി പ്രസന്റിങ് അവർ പ്രോഡക്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ആർ പ്രസന്റിങ് ഇറ്റ്സ് ലൈക്ക് ദിസ്, ദ വാല്യൂ ഓഫ് യുവർ പ്രോഡക്റ്റ് ഷുഡ് ബി സോ മച്ച് that the price you are putting on that should look very minimal when compared to the value that the product is delivering. അതായത് for example, I'm going to sell a product for 99 rupees. Example ആണ്. Okay, I'm going to sell a product for 99 rupees. And I'm already giving all the values that I'm going to give in that 99 rupees. Somebody should be feel that, oh my God, this is so much. ഇത് ഇത്ര അധികം ഉണ്ടല്ലോ, 4000 രൂപ 5000 രൂപയുടെ സാധനം ഉണ്ടല്ലോ. I can easily jump on this for 99 rupees. Paying this money is peanuts when compared to the value that it gives you. I hope, Shamla, that one part is clear, right? Yes. If you're pricing your product, see, if your product is not known in the market ഇതുവരെയും പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ആർക്കും ഒന്നും അറിയില്ലെങ്കിൽ, the way that we have to explain it, the way that we have to put it forward, the way that we have to present it in a way that this definitely I have a need for this and I should pick it up. If I don't take up this, I am going to miss something really big. Okay. Yeah, that's one. Second part of it, how do we, there's one more thing is, there is a target audience for a product. There's always a specific target audience. Everybody is not anybody's audience. Whether it is your product, my product, എൻ്റെ പ്രോഡക്റ്റ് കേൾക്കാൻ അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് എനിക്കൊരു സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. ഇഫ് ഐ ഗോ ടു ദ സ്കൂൾ ലെവൽ ഓർ ഇഫ് ഐ ഗോ ബാക്ക് ടു ദ കോളേജ് ലെവൽ ആൻഡ് എക്സ്പ്ലെയിൻ, സപ്പോസ് ലെറ്റ്സ് സേ ബിസിനസ്മാൻ 360, ഞാനിത് 4th grade to 8th grade അവിടെ പോയിട്ട് ഇഫ് ഐ കീപ് എക്സ്പ്ലെയിനിങ് ദിസ് തിങ്, ഐ മൈറ്റ് ബി ഡെലിവറിങ് എ ലോട്ട് ഓഫ് വാല്യൂ, ബട്ട് ഇറ്റ് ഈസ് ഹോപ്പ്ലെസ് ആൻഡ് മീനിങ്ലെസ് ഫോർ ദ ഓഡിയൻസ് ദാറ്റ് ഐ എം ടോക്കിംഗ് ടു. ഞാൻ സംസാരിക്കുന്ന ഓഡിയൻസിന് ഇതിന്റെ ഒരു റെലവൻസും ഇല്ല. ഹൗ റെലവെന്റ് ആർ യു ഇസ് അനദർ ക്വസ്റ്റ്യൻ. ആ റെലവെന്റ് ആയിട്ടുള്ള ഓഡിയൻസിൽ is there a way that I can create some value to the offer that I am doing? അതായത് ഞാൻ കൊടുക്കുന്ന ഓഫർ സാധനമില്ലേ, what am I offering, how am I explaining my offer has a lot of impact on the pricing that I'm going to put on my product. When I say offer, it is not the discounts or freebies. When I say offer is what do I have to offer. Sure. So my offer statement has got a lot of importance when it comes to pricing something. Yes, I hope we answered Shamla's questions. Do we have more questions here? How to find the price product? We've just given pricing ne kurichu thaneyana innathe session mottham പറഞ്ഞിട്ടില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ please feel free to ask your questions. ഇനി അല്ലെങ്കിൽ you can always share your feedbacks. Salmanul Faris. സന്ധ്യ മാം, മറ്റൊരു ഫാക്ടർ, അതായത് ഇപ്പൊ പല സമയത്തും ചില പ്രൊഡക്റ്റിന് ഞാൻ പറയുന്ന ഒരു സംഭവം, അതായത് ടേക്ക് മൈ മണി, ഇത് കൊണ്ടുപോ, പൈസ കൊണ്ടു ഇങ്ങോട്ട് താന്ന് പറയുന്ന ലെവലിലുള്ള പ്രൊഡക്റ്റുകൾ, അതായത് നോ ബ്രെയിനേഴ്സ് എന്ന് നമ്മൾ പറയും. ചില കാര്യങ്ങളൊക്കെ, ചില പ്രൊഡക്റ്റുകളൊക്കെ അങ്ങനെ. അതിനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നോവേഷൻ എന്ന് പല ബിസിനസ് സെഷൻസിലും നമ്മൾ പറയാറുണ്ട്. ആ ഇന്നോവേഷൻ എന്ന രീതിയിൽ അത് പറഞ്ഞ് ക്ലീഷേ ആയിട്ടുള്ള ഒരു വാക്കാണ് ഇന്നോവേഷൻ. പക്ഷെ എന്നാലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലാണെങ്കിലും, നിങ്ങൾ സർവീസ് ഇപ്പം ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു സർവീസ് ആണെങ്കിലും, ഇനി നിങ്ങൾ തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കുകയാണെങ്കിലും, ആളുകൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, അത് വാവ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം അത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്റെ പൈസ പിടിച്ചോ ഇങ്ങോട്ട് താ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നോവേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു വാവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ ഏർലി അഡോപ്റ്റേഴ്സ് കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഏർലി അഡോപ്റ്റേഴ്സ് കൺസെപ്റ്റിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ജസ്റ്റ് ഇപ്പം ഈ ആൻസർ പറയുന്നതിനിടയിൽ ഐ ജസ്റ്റ് കെയിം ത്രൂ മൈ മൈൻഡ്. താങ്ക് യു സോ മച്ച്. Correct. And let's go ahead, ask more questions. And a live Q&A session. And the live session, insight definitely Q&A question sessions. So go ahead and ask. There is a question that has come personally, that is, does experience matter in pricing? Experience കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നല്ല രീതിയിൽ പ്രൈസിങ് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. And there's one thing which we have always believed is experience per year is more important than number of years of experience. അതായത് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നല്ല. കുറച്ച് സമയത്തെ എക്സ്പീരിയൻസ് മതി, പക്ഷെ അതായത് ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് മതി, അല്ലെങ്കിൽ ഒരു 6 months എക്സ്പീരിയൻസ് മതി, പക്ഷെ for that 6 months every day what do you learn is more important. Pricing definitely has an impact on experience. അതായത് നമ്മൾ ഓരോന്നും ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് പ്രൈസ് ചെയ്ത് അത് എവിടെയാണ് കൊണ്ടുപോയിട്ട് ഹിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മാർജിൻസിനെ അത് എഫക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ആൾക്കാർ അത് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. പക്ഷെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൈസിംഗിൽ ഗംഭീരാന്നല്ല. ആ ഒരു വർഷം നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പെർ ഇയർ, ബിക്കോസ് യു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് വെൻ ഇറ്റ് കംസ് ടു എക്സ്പീരിയൻസ്. അപ്പൊ ആ ഒരു സാധനമാണ് ഇമ്പോർട്ടന്റ്. പണ്ടായിരുന്നു നമ്മൾ, അതായത് ആൾക്കാരുടെ പെർസെപ്ഷൻ പണ്ട് കുറെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു വെണ്ടർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക അല്ലെ. ഇന്നിപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ല, എക്സ്പീരിയൻസ് പെർ ഇയർ. ഹൗ മച്ച് വോള്യൂം ഓഫ് വർക്ക് ഹാവ് യു ഡൺ, ഹൗ മച്ച് ഹാവ് യു സോൾഡ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഹാവ് യു ഡൺ ഇൻ എ ഡേ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ഹൗ മച്ച് ഹാവ് യു ലേൺ ഓവർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പം എക്സ്പീരിയൻസ് വരുന്നത് നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ്, ആക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോഴാണ് ഈ എക്സ്പീരിയൻസ് വരിക. And that is totally relevant when you place a pricing for your product or your service, because you learn through experience. Upon that is where our take on. And the next question, do we have more questions, or is it a day for today? Any more questions, you can feel free to ask. Please come prepared with your questions. അതായത് എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷനോടെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്നിത് ചോദിച്ച് ഉത്തരം മുട്ടിച്ചേ മതിയാവൂ എന്നൊക്കെ ആഗ്രഹിച്ച്, നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനത്തെ പാർട്ടിസിപ്പൻസ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഉണ്ടാവണം എന്നുള്ളത്. ഇന്ന് എന്തായാലും ഈ ഒരു ചാലഞ്ച് ഈ ആഴ്ച ബിസിനസ് മാൻ 360യുടെ മുമ്പിൽ വെക്കണം എന്നുള്ളത്. സോ ഗോ ഹെഡ്. സൽമാൻ അൽ ഫാരിസ് സുഖായിരിക്കുന്നോ? ഷുഹൈബ്, റമീന, നമസ്കാരം. ഹരീഷൻ സാർ, ഞാൻ കണ്ടില്ല, ഇന്ന് ലേറ്റ് ആയോ ജോയിൻ ചെയ്യാൻ? ഇല്ല, ഞാനെന്നേ ഇന്നലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വളരെ ലേറ്റ് ആയി. പ്രിൻസിപ്പൽസിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, രാവിലെ അമ്പലത്തിലേക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാലേ, നമ്മളിപ്പോ സെല്ലിംഗ് പ്രൈസും നമ്മുടെ ഇൻകം തമ്മിൽ പറഞ്ഞല്ലോ. അതായത് നമുക്കിപ്പോ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ബെല്ലാണെങ്കിൽ ഞങ്ങൾ കിട്ടുന്ന 6000 രൂപ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു 15 രൂപയ്ക്കാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കുറെ പ്രൈസ് ആ ഒരു മാനുഫാക്ചറിങ് ഇത് മാത്രമല്ല, സർവീസ് എന്നല്ല പറയുന്നത്. നമ്മളിപ്പോ 3 പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ഇപ്പൊ ഞങ്ങൾ ഒരു ഓട്ടോമാറ്റിക് ബെല്ല്, അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് പാനല്, കോഡിംഗ്, AI, റോബോട്ടിക്സ്. ഇത് നമ്മള് ഒരു പ്രീമിയം പ്രൊഡക്റ്റ്, അതില് കോഡിങ്ങും ബാക്കിയുള്ള, പക്ഷെ എങ്കിലും ഈ മിക്കവാറും മാർക്കറ്റിംഗ് സ്റ്റാഫ് ഒക്കെ ഇത് 3ഉം ചെയ്യുന്നുണ്ട്. അതായത് ബെല്ല്, ഇപ്പൊ നമ്മള് ബെല്ല് ഒരു സ്കൂളിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു കോംപ്ലിമെന്ററി പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ചെലവ് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ കുറച്ച് കണക്കൂട്ടി, അതായത് നമ്മൾ കണക്കൂട്ടുന്ന പോലെ ഒരു 30% ഇതിലേക്ക് സ്റ്റാഫിന്റെ സാലറി, അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റാഫിന്റെ സാലറി, പിന്നെ ഞങ്ങൾ മൊത്തം കൊടുക്കുന്നതിന്റെ 30% ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഇൻകം നോക്കി എങ്ങനെയാണ് ശരിക്കും അതിന്റെ കാൽക്കുലേഷൻ എന്ന് എനിക്കൊന്ന്. ശരിക്കും ചെയ്യേണ്ടത് ബെല്ല് കുറച്ച് സ്റ്റാഫ് ബെല്ലിന് മാത്രം, പക്ഷെ കുറച്ച് സ്റ്റാഫ്, കുറച്ച് ക്വാളിറ്റിയുള്ള സ്റ്റാഫ് അടുത്തതിലേക്ക്. പക്ഷെ നമുക്ക് തൽക്കാലം കമ്പനിയുടെ ഉയർന്നുകൊണ്ട് വരുന്നത് കൊണ്ട് നമുക്ക് അതിനായിട്ട് സ്റ്റാഫിന് വെക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ ആ എക്സ്പെൻസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? ഓക്കെ, അതായത് ചില കാര്യങ്ങൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ സാർ? ക്ലിയർ ആണ്. അതായത് ഇതിൽ ചില കാര്യങ്ങളുണ്ട് കാര്യം സാർ. അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിങ്ങിന്, അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിൽ നമുക്ക് കുറച്ചുകൂടി ഒരു പേര് വരാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ബെല്ല് പോലുള്ള പ്രൊഡക്റ്റുകൾ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നു അല്ലെ. അങ്ങനെ ആ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ അതല്ലേ കോസ്റ്റ് എങ്ങനെ ചെയ്യണം എന്നല്ലേ ചോദിച്ചത്? ആണ്. അല്ല, വെവ്വേറെ ഇപ്പൊ
എനിക്ക് ബെല്ല് മാത്രമേ ഉള്ളൂ വെച്ചാൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്താണ് ലാഭം, അല്ലെങ്കിൽ ഞാൻ സ്റ്റാഫിന് കൊടുക്കുന്ന ഇൻകം ഇത്രയാണ്, പക്ഷെ നമ്മുടെ എക്സ്പെൻസ് ഇത്രയൊക്കെയാണ് വരുന്നത് കാൽക്കുലേറ്റ് ചെയ്യല്ലോ നമ്മൾ. അപ്പൊ ഈ 3 പ്രൊഡക്റ്റും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബെല്ലിന് മാത്രം കുറച്ച് സ്റ്റാഫിനെ വെക്കുക, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇന്ററാക്റ്റീവ് പാനലിൽ വെക്കുക, അതിലും കൂടുതൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ കോഡിങ്ങിലേക്ക് വെക്കുക. തൽക്കാലം നമുക്ക് എന്താ വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുള്ളൂ. ഇതിനൊന്നും അങ്ങനത്തെ ലെവലിൽ ആയി വരുമ്പോഴല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഈ കോസ്റ്റ് എങ്ങനെ കണക്കാക്കും എന്നുള്ളത്, ഒരേ ആൾക്കാരനെ ഇത് 3 ചെയ്യുന്നത്. മനസ്സിലായി. അല്ല, അത് ആ 30% ഓരോ പ്രൊഡക്റ്റിനും 30% വെച്ചിട്ട് ആൾക്കാരെ കോസ്റ്റ് കണക്കാക്കിയിട്ട് അതിന്റെ എനിക്കറിയില്ല, അതാണ് ചോദിച്ചത് ഞാൻ. മനസ്സിലായി. അതായത് ഇതിലിപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 5 പേരാണെങ്കിൽ 5 പേരുമാണ് ഈ 3 പ്രൊഡക്റ്റിനും ഇൻവോൾവ് ചെയ്തത്, സെയിം മാൻ പവർ ആണ് എന്നുള്ളതാണ് അല്ലേ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പം ബൾക്കായിട്ട്, അതായത് ഇപ്പൊ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന, പാക്കേജ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ സ്മാർട്ട് ഇന്ററാക്റ്റീവ് പാനലിന് ബെല്ല് നമ്മൾ പാക്കേജ് ആയിട്ട് കൊടുക്കുകയാണ്, അങ്ങനെയല്ലേ ചില സമയത്ത് അല്ലേ? അതായത് മറ്റേ കോഡിങ് ഇറ്റ് ഈസ് എ ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ഓൾ ടുഗദർ. ഇത് 3 കറക്റ്റായിട്ട് 3 ഉള്ള ക്യാഷ് ഫ്ലോ, 3 ഉണ്ടാവുന്ന ഒരു ടേൺ ഓവർ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഇതില് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റെക്കറിംഗ് ഇൻകം ഉണ്ട്, വൺ ടൈം ഇൻകം ഉണ്ട്. ഈ ബെല്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം ആണ്. ഈ കോഡിങ്ങിന്റെ പൈസ എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ആണ്, ഓരോ മാസം. എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും ഇതിന് ഒരു മന്ത്ലി ടേൺ ഓവർ എത്രയാണ്, അതായത് ഓരോ പ്രൊഡക്റ്റിലും വരുന്ന മന്ത്ലി എക്സ്പെൻസും, അതുപോലെ മന്ത്ലി എക്സ്പെൻസ് അല്ല, മന്ത്ലി ഇൻകം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. കറക്റ്റ് അല്ലേ? അപ്പൊ ആ ഇൻകം ബേസ് ചെയ്തിട്ട് ആ വരുന്ന ഇൻകം, അല്ലെങ്കിൽ അതിന്റെ ഒരു എത്രത്തോളം ഇൻകവും എക്സ്പെൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. അത് എല്ലാ പ്രൊഡക്റ്റിനും ഈ പറഞ്ഞ പോലെ 30% എന്ന രീതിയിൽ നമുക്കൊരു യൂണിവേഴ്സൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ പോലെ. കാരണം ബെല്ലിന് വേണ്ടിയിട്ട് ഇവർ ഇൻവോൾവ് ചെയ്യുന്ന സമയം കുറവായിരിക്കും. ഇപ്പൊ യു ടേക്ക് ഒരാളുടെ മാസമുള്ള ശമ്പളം 1000 രൂപയാണെന്ന് കൺസെപ്റ്റ് വിചാരിക്കുക. ഈ 1000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരാള്, അയാൾ ഒരു ദിവസം എത്ര ശതമാനം അയാളുടെ സമയം ബെല്ലിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എത്ര ശതമാനം കോഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എത്ര ശതമാനം സ്മാർട്ട് ബോർഡിന് അല്ലെങ്കിൽ പാനലിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അവര് ഓരോ പ്രൊഡക്റ്റിനും സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമുക്ക് എല്ലാത്തിലും 30% ഒന്നും ഇടാൻ പറ്റില്ല. കാരണം ബെല്ലിൽ 30% ഇട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഒരു ചെയ്യുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു ലോജിക്കൽ കാൽക്കുലേഷൻ അല്ല അത്. 30% എന്നുള്ളത് സ്മാർട്ട് പാനലിനോ കോഡിങ്ങിനോ ഇടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അപ്പം ഓരോന്നിനും സ്പെൻഡ് ചെയ്യുന്ന സമയം എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്ത് അത് ബേസ് ചെയ്തിട്ട് ഈ പെർസെൻറ്റേജ് മാറ്റുക എന്നുള്ളതാണ് വാട്ട് വി ക്യാൻ സജസ്റ്റ്. സന്ധ്യ, ഇഫ് യു വാണ്ട് ടു ആഡ് സംതിങ്. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാല് ഹരീഷൻ സർ, ഇത് ഇങ്ങനെ നോക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പ്രാക്ടിക്കലി ഉണ്ട്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ ഇത് വെച്ചിട്ട് ഇത് മാർജിൻ കറക്റ്റ് ആണോ കിട്ടുന്നതെന്ന് കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില്, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനില് നമ്മള് സ്റ്റാഫ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ, ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫ് തന്നെയാണ് നമുക്ക് പലപ്പോഴും പല സ്ഥലത്തും ഉള്ളത്. അപ്പൊ അതിലെപ്പോഴും ആകെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നമുക്ക് എനിക്ക് തോന്നുന്നു പ്രൈസിംഗിൽ ഓവറോൾ ആയിട്ട് മാർജിൻസ് കൂട്ടാനുള്ളതും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ളതും എല്ലാം നോക്കാന്നല്ലാണ്ട് ഇങ്ങനെ രാകേഷ് പറഞ്ഞ മാതിരിയല്ല, ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് യു ക്യാൻ ഡു ദാറ്റ് വേ. അതർവൈസ് ഇത് ടോട്ടൽ ആയിട്ടുള്ള ഒരു സാലറി എക്സ്പെൻസസ് അതിന്റെ കൂടെ കൂട്ടുക എന്നല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വെച്ച് അലോട്ട് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആവില്ല. All right. Okay. Okay, madam. Okay, ma'am. Thank you. Okay, thank you so much. I think that was our last question for the day, Rakesh. Are we good to go in the live Q&A session? But before we leave, we remind you once again, do join us for our 1 month or our 3 months program where you get lots of insights on business ne practical vashangalite koodalum detailed aite, how to write a business plan, how to start a business, or if you're in midst of a business, how to make it more systematic. Ed reethilana kore kore systematic avan sadhikya, team build cheyan sadhikya. Okay, we have some suggestion from Salman Faris, points to consider for how to reach targeted audience and points to take on maintaining a customer base. We'll definitely handle in another Q&A session. Salman Faris note ചെയ്തിരിക്കുന്നു,
അടുത്ത Q&Aയിൽ ഏതെങ്കിലുമൊക്കെ Q&Aയിൽ ഡെഫിനറ്റ്ലി ഇത് കവർ ചെയ്തിരിക്കും. കാരണം വി വെൽക്കം സച്ച് സജഷൻസ്. അതായത് ഇങ്ങനത്തെ സജഷൻസ് തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ സജഷൻസിന്റെ ബേസിസിലാണ് ഈ ലൈവ് Q&A സെഷൻസിന്റെ ടോപ്പിക്സും അതിനനുസരിച്ചിട്ടാണ് ഇൻപുട്സും. ബിക്കോസ് ദിസ് ഇസ് അബ്സല്യൂട്ട്ലി മെയ്ഡ് ഫോർ അവർ ഫോളോവേഴ്സ് ആൻഡ് ഫോർ അവർ പാർട്ടിസിപ്പൻസ്. രണ്ടാമത്തേത് എന്താ പറയുക, സൽമാൻ ഫാരിസ് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്മാൻ 360 പാർട്ടിസിപ്പന്റ് ആണെങ്കിൽ യെസ് ഡു ജോയിൻ us ഫോർ അവർ അഡ്വാൻസ് ലെവൽ. നമ്മൾ മാർക്കറ്റിംഗിന്റെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. If you have not done, then do join us for our 1-month program. Then we welcome you for that. And ഈ ഒരു സാധനം ഡെഫിനറ്റ്ലി ഓവറോൾ ആയിട്ട് നമ്മൾ ലൈവ് Q&A സെഷനിൽ പറ്റുന്ന രീതിയിൽ കവർ ചെയ്യുന്നതായിരിക്കും. So with that, thank you so much for joining us on a Sunday at morning 10 a.m. live Q&A sessions. എല്ലാ ഞായറാഴ്ചയും do join us with the same spirit, and we would love to listen to some of your success stories. ഇവിടുന്ന് കേട്ടത് എവിടെയെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തതായിട്ട് definitely do come back and let us know, and we love to listen to your challenges and help you as much as possible. Thanks a lot. Have a great Sunday and a happy business.